Hello, good morning, dear friends. How are you all? Hope all are doing well. ഇന്ന് നമുക്ക് കോമൺ ലോ പ്രിൻസിപ്പിളിൽ വരുന്ന രണ്ട് എസെൻഷ്യൽ എലമെൻസിനെ കുറിച്ച് പഠിക്കാം. നമുക്കറിയാം കോമൺ ലോയിൽ നമ്മൾ കോഡിഫൈഡ് ആയിട്ടുള്ള ലോസ് മാത്രമല്ല ഹയർ കോർട്സിൻ്റെ ഡിസിഷൻസ്, അതായത് പ്രീസിഡൻസും നമ്മൾ എടുക്കാറുണ്ട് ഒരു കേസ് ഡിസൈഡ് ചെയ്യുമ്പോൾ. ഇന്ത്യയിൽ കോമൺ ലോ ജൂറിസ്ഡിക്ഷനാണ്, അതുകൊണ്ട് തന്നെ സുപ്രീം കോർട്സിൻ്റെയോ ഹൈക്കോർട്ടിൻ്റെയോ ഡിസിഷൻസ് നമ്മൾ എടുക്കാറുണ്ട്. അപ്പം ജഡ്ജ്മെൻറ്റ്സ്, ഡിസിഷൻസ് എന്ന് പറയുന്ന ജഡ്ജ്മെൻറ്റ്സ്, ഇപ്പോൾ ജഡ്ജ്മെൻറ്റ്സ് എടുക്കുമ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് എലമെൻറ്റ്സ്, ജഡ്ജ്മെൻറ്റ് ഹോൾ വായിക്കുമ്പം രണ്ട് എലമെൻറ്റ്സ് നമ്മൾ നോക്കാറുണ്ട്. ആ രണ്ട് എലമെൻറ്റ്സിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന് റേഷ്യോ ഡെസിഡൻറ്റി, രണ്ടാമത്തത് ഓബിറ്റർ ഡിക്റ്റം. റേഷ്യോ ഡെസിഡൻറ്റി എന്ന് പറഞ്ഞാൽ റീസൺ ഫോർ ദ ഡിസിഷൻ. രണ്ടാമതായിട്ട് ഓബിറ്റർ ഡിക്റ്റ എന്ന് പറഞ്ഞാൽ തിങ്സ് സെഡ് ഇൻ പാസിംഗ്. അപ്പോൾ ഫസ്റ്റായിട്ടുള്ള റേഷ്യോ ഡെസിഡൻറ്റി, റീസൺ ഫോർ ദ ഡിസിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ജഡ്ജ്മെൻറ്റ് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ജഡ്ജ് എന്തുകൊണ്ടാണ് ഈ വിധിയിലേക്ക് എത്തിച്ചേർന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു പാർട്ടുണ്ടാവും. അതായത് അതിൻ്റെ കോർ എലമെൻറ്റ്, ഈ ഒരു കാര്യം കമ്മിറ്റ് ചെയ്തതുകൊണ്ട് ഇയാൾ ഈ കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന ആ കോർ എലമെൻറ്റാണ് റേഷ്യോ ഡെസിഡൻറ്റി എന്ന് പറയുന്നത്. അതായത് ഏത് റീസൺ കൊണ്ടാണോ ആ ഒരു ഡിസിഷനിൽ കോർട്ട് എത്തിയിരിക്കുന്നത്, ആ ഡിസിഷനെയാണ് റേഷ്യോ ഡെസിഡൻറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു നെഗ്ലിജൻസിൻ്റെ ഒരു കേസ് കൺസിഡർ ചെയ്യാമെന്ന് വെച്ചോ. അപ്പോൾ എന്താണ് പറയേണ്ടത്, ഒരു റീസണബിൾ കെയർ എടുക്കേണ്ടിയിരുന്നു. അത് നമ്മൾ എടുക്കാതിരിക്കുമ്പോഴാണല്ലോ നമ്മൾ നെഗ്ലിജൻസ് കമ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കേസ് എടുക്കുമ്പോൾ കോടതി വീക്ഷിക്കുകയാണ്, നോക്കുകയാണ് എടുക്കേണ്ട ഡ്യൂ കോഴ്സ് ഓഫ് കെയർ ഈ ഒരു പേഴ്സൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, നെഗ്ലിജൻസ് കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഇപ്പം എടുത്തിട്ടില്ല എങ്കിൽ ജഡ്ജ്മെൻറ്റിൽ അതുണ്ടാവും. അതായത് ഈ ഒരു കെയർ ഇയാൾ എടുക്കണമായിരുന്നു, പക്ഷേ അയാൾ എടുത്തില്ല, സോ ഹീ കമ്മിറ്റഡ് നെഗ്ലിജൻസ്. അതിനെയാണ് റേഷ്യോ ഡെസിഡൻറ്റി എന്ന് പറയുന്നത്. അപ്പം ക്ലിയർ ആയല്ലോ റേഷ്യോ ഡെസിഡൻറ്റി എന്താണെന്ന്. ഇനി ഓബിറ്റർ ഡിക്റ്റ എന്താണെന്ന് നോക്കാം. ഓബിറ്റർ ഡിക്റ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡിസിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ മെയിനായിട്ടുള്ള ഈ റേഷ്യോ ഡെസിഡൻറ്റി ഒഴിച്ച് ബാക്കി ഈ ജഡ്ജ് പല കാര്യങ്ങളും പറയുന്നുണ്ടാവും. അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് എന്നൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടാവും. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ അടുത്തൊരു ജഡ്ജ്മെൻറ്റ് വരുമ്പോൾ ചിലപ്പോൾ അത് കാര്യമാക്കാം, ജഡ്ജ് അതും കൂടെ കൺസിഡർ ചെയ്യാം. അങ്ങനെ പറയുന്ന കാര്യങ്ങളെയാണ് ഓബിറ്റർ ഡിക്റ്റ എന്ന് പറയുന്നത്. അതായത് തിങ്സ് സെഡ് ഇൻ പാസിംഗ് ആണ്, അതായത് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഓബിറ്റർ ഡിക്റ്റ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ജഡ്ജ്മെൻറ്റിൽ ഒരാൾ മരിച്ചു, അത് ഇപ്പം പട്ടി കുറുക്കെ ചാടിയിട്ട് ബൈക്ക് ആക്സിഡൻറ്റ് വന്ന് മരിച്ചു. അപ്പോൾ ഇത് ഒബ്സർവ് ചെയ്യുകയാണ്, അതായത് നാട്ടിൽ ഭയങ്കര ഡോഗ്സിൻ്റെ ശല്യമുണ്ട്, അതിനെതിരായിട്ട് എന്തെങ്കിലും മുനിസിപ്പൽ കോർപ്പറേഷൻസ് അതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊന്നും എടുക്കുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഒബ്സർവേഷൻ വരും ഇയാൾക്ക്. അപ്പം അങ്ങനത്തെ കുറേ ഒബ്സർവേഷൻസ് പിന്നെയും അങ്ങനത്തെ തരത്തിലുള്ള കേസുകൾ കൊണ്ടുപോകുമ്പോൾ ജഡ്ജി അതുമായിട്ട് ഇത് വെച്ചിട്ട് വല്ല കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യുമോ, അങ്ങനെയുള്ള പല കാര്യങ്ങളും കൊണ്ടുവരാം. അപ്പോൾ അതിനെയാണ് ഓബിറ്റർ ഡിക്റ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്, റേഷ്യോ ഡെസിഡൻറ്റിയും ഓബിറ്റർ ഡിക്റ്റയും. ഇത് രണ്ട് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് കോമൺ ലോസ് ജഡ്ജ്മെൻറ്റ്സ് ആണ്. ഇതിൽ റേഷ്യോ ഡെസിഡൻറ്റി നമുക്ക് ബൈൻഡിങ് ആണ്, ലോവർ കോർട്ട്സിന് ബൈൻഡിങ് ആണ്. ഓബിറ്റർ ഡിക്റ്റ ബൈൻഡിങ് അല്ല, പക്ഷേ ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ബൈ ദ ജഡ്ജ് ഇൻ ഫ്യൂച്ചർ കേസസ്. That's all for today. Thank you.